നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം നിങ്ങളുമായിട്ട് എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ എന്താണ് അവരിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ ഉടനെ തന്നെ എന്ന് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള നല്ല പോസിറ്റീവായ ഒരു നല്ല ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങളുമായിട്ട് എനർജി കണക്റ്റഡ് ആവുകയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഇൻഫർമേഷൻസ് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് റീഡിങ്സിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുക. പ്ലസ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും കറൻറ്റ്ലി എന്താണ് ഈ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കപ്പെടുക എന്നതും അവരുടെ ചിന്തകൾ ജെനുവിൻ ആയിരുന്നു, അവരിതെന്ത് എനർജിയെ കണക്റ്റ് ചെയ്താണ് ഈ ബന്ധത്തിലേക്ക് വന്നു ചേർന്നത്, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു, തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടോ, നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ടോ, കർമ്മ എനർജിയിലൂടെ ആണോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള എനർജി കടന്നു പോകുന്നത്, അത് എത്ര കാലത്തേക്ക് ആ ഒരു കർമ്മ സിറ്റുവേഷൻസ് ഉണ്ടാകും, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് തരത്തിലുള്ള തേർഡ് പാർട്ടി എനർജി എന്താണ്, ചിലപ്പോൾ അത് കരിയർ ആവാം, സാഹചര്യങ്ങളാവാം, സമയത്തിൻ്റേതാവാം, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളാവാം, എന്ത് കാര്യങ്ങളും ആവാം നമ്മുടെ ലൈഫിൽ ബ്ലോക്ക് വരുത്താനായിട്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ട് അറിയാനും അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പിന്നെ റീഡിങ്സിന് മുമ്പായിട്ട് എന്നും പറയാറുള്ളത് പോലെ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. റൈറ്റ് ഹീലിംഗ് മാത്രമാണ് കത്തിച്ച് കളയാൻ പറയുന്നത് കേട്ടോ. ഇടയ്ക്ക് വിളിച്ചിട്ട് അഫർമേഷൻസ് എഴുതിയിട്ട് കത്തിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചില സമയത്തുണ്ടല്ലോ നമ്മളുടെ ഒരു ആത്മ നിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ്. എല്ലാ റീഡിങ്സിലും 2026 തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ അഫർമേഷൻസിനെയും റൈറ്റ് ഹീലിങ്ങിനെയും ഗ്രാറ്റിറ്റ്യൂഡിനെയും കുറിച്ച് പറഞ്ഞ് എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന പലരും ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ഒരു ഉപദേശം, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, വീണ്ടും വന്നിട്ട് അഫർമേഷൻസ് കത്തിച്ച് കളയണോ? റൈറ്റ് ഹീലിംഗ്, അതായത് നിങ്ങളെ ഹീലാക്കാനുള്ള കാര്യമാണ് കത്തിക്കേണ്ടത്. ഭസ്മമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചുട്ടെരിച്ച് കളഞ്ഞ് ഒഴിവാക്കി നിങ്ങൾ ഫ്രഷ് ആവേണ്ടത് റൈറ്റ് ഹീലിംഗ് ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ ഭാരം, മനസ്സിന് നൽകുന്ന അസ്വസ്ഥത, നിങ്ങളെ ബ്ലോക്കാക്കുന്ന സിറ്റുവേഷൻസ്, തടസ്സങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന മാനസികപരമാകുന്ന വ്യത, ഇതൊക്കെയാണ് നിങ്ങൾ എഴുതി കത്തിച്ച് കളഞ്ഞ് അത് പ്രപഞ്ചശക്തിയിലേക്ക് കൊടുക്കുക. നിങ്ങളെ ദ്രോഹിച്ചവരെക്കുറിച്ച് നിങ്ങൾ എഴുതി കത്തിച്ച് കളയുക. ബാക്കി പ്രപഞ്ചം നോക്കിക്കോളൂ. അവിടെ ഒരു ജസ്റ്റിസ് അവർ നേരിട്ടുകൊള്ളൂ എന്ന് വരെ ഞാൻ പലവട്ടം പറയാറുണ്ട്. അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കണം. അത് അവിടെ ഇരുന്ന് എന്താ പറയുക, അത് പവർഫുള്ളായ വേർഡ്സാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹം നമ്മൾ കറൻറ്റ്ലി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അഫർമേഷൻസ്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കതവിടെ സൂക്ഷിച്ച് വെക്കണം. നിങ്ങളത് എഴുതിയാൽ മാത്രം മതി. പിന്നെ ഞാൻ മറ്റേ വിസ ലഭിക്കാനുള്ള എഴുതിയിട്ടുണ്ട്, അത് കെട്ടുമായിരിക്കുമോ എന്നിങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവരുത്. എഴുതുക, അപ്പം തന്നെ അത് മറന്നു കളഞ്ഞേക്കുക. പിറ്റേന്നും എഴുതുക. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അഫർമേഷൻസ് എഴുതിയത് ഓർത്തു വെച്ചുകൊണ്ട് ഇരിക്കണ്ട. അത് അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ഓർത്താൽ മതി, ഈശ്വര ഞാൻ അഫർമേഷൻസ് എഴുതിയിട്ട് എനിക്കതിൻ്റെ ഫലം കിട്ടിയല്ലോ എന്ന്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ച് വരെയാവേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയില്ലാത്തവർക്ക് ഇതൊന്നും സാധ്യമല്ല. നിങ്ങളുടെ ഭാരവും നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. കാരണം നന്ദി ഉള്ളവന് വീണ്ടും വീണ്ടും ഞാൻ കൊടുക്കുമെന്ന് പ്രപഞ്ചശക്തി പറയുന്നത് പോലെ നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാകുന്നു,
ഇന്നലെ വരെയുള്ള, ഇന്നിപ്പോൾ രാവിലെ ഉണരുമ്പോൾ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച്, നല്ലതാണേലും ചീത്തയാണേലും അതിനെക്കുറിച്ച് നന്ദി പറയണം. ഇന്നെനിക്ക് ഉണരാൻ സാധിച്ചതിനും പുതിയ പ്രഭാതം, പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ സാധിച്ചതിൽ ഓരോ ദിവസവും ഓരോരോ ജീവിത സിറ്റുവേഷൻസാണ് നമുക്കുണ്ടാകുന്നത്, പുതിയ പുതിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ഇന്നെനിക്ക് കടന്നു വരാൻ സാധിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങി വയ്ക്കുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. രക്ഷപ്പെട്ടിട്ടുള്ളവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരും മാത്രമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഹാൻഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ. തീർച്ചയായിട്ടും വളരെയധികം ഒരു സോൾ കണക്ഷൻസ് ഉള്ളൊരു റിലേഷനാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത വളരെയധികം ഹാർട്ട് ടച്ചിങ് ഉള്ളൊരു റിലേഷനായിട്ട് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന വ്യക്തികളാണ്. ഒരു പക്ഷേ ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടിയും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു റിലേഷനായിട്ട് നമുക്ക് ഈ ഒരു ബന്ധത്തെ പറയാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ആഴമുള്ള, വിട്ടുപിരിയാൻ പറ്റാത്ത, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത, വളരെയധികം പവർഫുള്ളായ ഉറച്ച തീരുമാനത്തോടു കൂടി, അതായത് ഒന്നും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ശക്തമാകുന്ന ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ലോകം എപ്പോഴും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ഒന്നും തന്നെ നിങ്ങൾക്ക് ബാധകമല്ലാത്ത വിധം നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ അത്രത്തോളം കണക്റ്റഡ് ആയിരുന്നു, അത്രത്തോളം കമ്മിറ്റഡ് ആയിരുന്നു. നിങ്ങൾക്കൊരിക്കലും മാറി നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ വിട്ടുപിരിയാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു അസാധ്യമായ റിലേഷനായിട്ട് തന്നെ പറയേണ്ടി വരും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സൗഹൃദം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, നല്ല സ്നേഹമുണ്ട്, പ്രണയബന്ധമുണ്ടായിരുന്നു. അറിഞ്ഞ് രണ്ടു വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നല്ലപോലെ അറിഞ്ഞ് സ്നേഹിച്ച വ്യക്തികളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ തന്നെ ശരിക്കും അട്രാക്റ്റഡ് ആയിരുന്നു. വല്ലാതെ ഒരു ഇമോഷണൽ അഡിക്ഷൻസ് നിങ്ങൾക്കിടയിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും നിങ്ങൾക്കിടയിലുള്ള ഒരു ബന്ധത്തിൽ ഒരു പക്ഷേ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് സെപ്പറേഷൻ എന്നുള്ളത്. ഒരിക്കലും വിട്ടുപിരിയുമെന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിനൊരു ബൗണ്ടറി തീർക്കപ്പെടുമെന്നോ എന്നൊന്നും ഒരിക്കൽ പോലും ഒരു ചിന്തയിൽ പോലും കണക്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കേട്ടോ. വളരെ നല്ല പവിത്രമായിരുന്നു. അത് മാത്രമല്ല വളരെയധികം നമുക്ക് പറയാൻ സാധിക്കുന്നത് വളരെയധികം മാച്ചിങ് ഉള്ള, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ജോഡികളായിരുന്ന, മനസ്സറിഞ്ഞ് കണക്റ്റഡ് ആകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും പറയാതെ തന്നെ മനസ്സിലാക്കുന്ന, രണ്ട് വ്യക്തികളുടെയും സാഹചര്യങ്ങളെ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ദൃഢതയുള്ള ഒരു റിലേഷൻ്റെ എനർജി. എന്താണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ മിസ്സിങ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101% നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ടായ ചില തെറ്റിദ്ധാരണകൾ, ചില വ്യക്തികളുടെ പ്രസൻസുകൾ അല്ലെങ്കിൽ സാഹചര്യമെന്ന ചില വെല്ലുവിളികളൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് തന്നെ പറയാൻ സാധിക്കും. കുറച്ചൊക്കെ ചില വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇമോഷണലി നിങ്ങളുടെ വ്യക്തി ചെറിയൊരു ബൗണ്ടറി ഇട്ട് കളഞ്ഞു. ശരിക്കും നിങ്ങൾ അതൊരിക്കലും അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നതല്ല ഉദ്ദേശിച്ചത്. ഒരു ഇമോഷണൽ ബൗണ്ടറി തീർക്കേണ്ടതാകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ കണക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. മദർ എനർജിയുടേതോ ഓൾഡ് ലേഡി പ്രസൻസ്, ഒരു ഓൾഡ് എനർജിയിലുള്ള ലേഡി പ്രസൻസിൻ്റേതോ ഒരു വിഡോ എനർജിയിലുള്ള ലേഡി പ്രസൻസിൻ്റേതോ ആയ സാന്നിധ്യം ഒരു വിധി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധിയായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടു കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ബൗണ്ടറി ഇടേണ്ടി വന്നു. അതായത് ഇമോഷൻസിന്, നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ലെങ്കിലും
ആ സ്നേഹത്തിനെ ആ വ്യക്തിക്ക് ഹൈഡ് ചെയ്തതായിട്ട്, അതായത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഹയറോഫെൻറ്റിൻ്റെ എനർജിയാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞു പോയതും ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം കണക്റ്റ് ചെയ്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ലോകത്ത് നിന്നും നിങ്ങളുമായിട്ട് എത്രത്തോളം സന്തോഷകരവും ആസ്വദിച്ചും ലൈഫിനെ ഷെയർ ചെയ്തും പോയിരുന്നോ അതെല്ലാം ആ ഒരു പേഴ്സൺ 24 അവേഴ്സും ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ ഒരു തുള്ളി പോലും നിങ്ങളോട് അവർക്കുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശത്തിന് പോലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം കുറവ് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഒരു പൂർവ്വജന്മ ബന്ധങ്ങൾ, അതായത് ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധത്തിൻ്റെ എനർജി ഉണ്ട് നിങ്ങൾക്കിടയിൽ, അതിനനുസരിച്ചുള്ള കർമ്മയുമുണ്ട് നിങ്ങൾക്കിടയിൽ. ഒരു ജന്മമല്ല നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്, ജന്മജന്മാന്തരങ്ങളുടെ ഒരു ബന്ധം. ഇനിയും മുന്നോട്ടേക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്കിടയിൽ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ഫ്യൂച്ചറുമുണ്ട്. പ്ലസ് ഇനിയും നിങ്ങൾക്കിടയിൽ നെക്സ്റ്റ് ഒരു റീബർത്ത് എനർജിയിലേക്ക് ഈ ഒരു റിലേഷൻ പോകാനും സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് ഓരോ ജന്മങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ആവാറുണ്ട്, അവരുമായിട്ട് കണക്റ്റഡ് ആകാറുണ്ട്, അട്രാക്റ്റഡ് ആവാറുണ്ട്. പ്ലസ് നിങ്ങൾ കർമ്മ ചില പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളും ചില വെല്ലുവിളികളുമൊക്കെ നേരിടേണ്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. എന്താണേലും നിങ്ങളെ എപ്പോഴും ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് മീൻസ് നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ നീക്കങ്ങൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ, നിങ്ങളോടൊപ്പം ആരൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ബന്ധങ്ങളിൽ ഫോക്കസ്ഡ് ആണോ, നിങ്ങളുടെ ജീവിതത്തിൽ പകരം മറ്റാരെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടോ, ഇതെല്ലാം ഈ ഒരു പേഴ്സൺ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അറിയാൻ വളരെയധികം ഒരു ഉത്സാഹമാണ്, ക്യൂരിയോസിറ്റിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. മാത്രവുമല്ല അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചില പ്രൊട്ടക്ഷൻസ് നിങ്ങൾക്ക് അവർ നടത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അറിയാതെയോ നിങ്ങൾ അറിഞ്ഞോ അവരിൽ നിന്നും ചില പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് സപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിലും കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്കിടയിൽ പെയിൻഫുള്ള് സെപ്പറേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻസുകൾ, തെറ്റിദ്ധാരണകൾ, അതായത് റിലേഷനിൽ ഒരു ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട് എങ്കിൽ 100% മനസ്സിലാക്കിക്കോ നിങ്ങളിപ്പോൾ കർമ്മ സിറ്റുവേഷൻസാണ്, പരീക്ഷണ കാലഘട്ടമാണ്. പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ തമ്മിൽ കാണാൻ സാധിക്കാത്ത വിധമുള്ള സെപ്പറേഷനുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുണ്ടായ കമ്മ്യൂണിക്കേഷനുകളും ഒരുപാട് വേദനകൾ നൽകിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റിങ്ങും നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് വ്യക്തികളും ഒരുപോലെ സ്റ്റക്കാണ്, തകർന്ന് നിൽക്കുകയാണ്. വേദനാജനകമാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്കിടയിൽ സെപ്പറേഷനോ ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ ഓൺ ആൻഡ് സിറ്റുവേഷൻസോ ബന്ധത്തിൽ എത്രത്തോളമുള്ള ആ ഒരു ലോസ് ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുകയാണ്. അതായത് ഹോൾഡ് മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കർമ്മ സമയമാണ്. ഇതിനകത്തേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ സ്ട്രോങ് ആയിട്ട് പവർഫുള്ളായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നു. നമ്മളെപ്പോഴും പറയില്ലേ കാലത്തിൻ്റെ ഒരു സമയത്ത് നല്ല കയറ്റത്തിൽ നല്ല രീതിയിൽ പോകുമ്പം പെട്ടെന്ന് നമുക്കൊരു ഡൗൺ വരുന്നു, ഒരു വീഴ്ച സംഭവിക്കുന്നു എന്ന് പറഞ്ഞതാണ് നമുക്ക് ഈ റിലേഷനിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിപ്പുണ്ടായ ഫൈറ്റിങ്, ചിലപ്പോൾ നിങ്ങളോട് ശക്തമായിട്ട് ഈ വ്യക്തി വാക്കുകൾ കൊണ്ട് ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ നല്ല പോലെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഓർത്ത് പുഞ്ചിരിക്കുന്ന, സന്തോഷിക്കുന്ന, അതായത്
നിങ്ങളെ ഇവർക്ക് എന്തും പറയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങളെ എന്തും പറയാം, അത്രത്തോളം അവർക്കടെ വേണ്ടപ്പെട്ട അവർക്ക് ചേർത്ത് നിർത്താവുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. റിയൂണിയൻ പ്രസൻസ് ആ വ്യക്തിക്ക് പല മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് വരാനുണ്ട്. അപ്പോൾ അതും ആ വ്യക്തിക്ക് ഒരു ഹാപ്പിനെസ് ആണ്. ഏത് സാഹചര്യത്തെ സംബന്ധിച്ചും നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഫ്രീഡം ആ ഒരു എന്താ പറയുക അവകാശം നിങ്ങളിൽ ആ വ്യക്തിക്ക് ഉണ്ട്. അത് ആ പേഴ്സണ് വ്യക്തമായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ട് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിലും യാതൊരുവിധ ടെൻഷനും അനുഭവിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങളിലേക്ക് ഈ വ്യക്തിക്ക് കടന്നു വരാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസവും പ്ലസ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും. ഇപ്പം നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ മീൻസ് കർമ്മയാണ്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നിങ്ങളിനി എത്ര ശ്രമിച്ചാലും ഇടയ്ക്ക് കല്ലുകടികൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയെ വന്നിരിക്കുന്നു. ന്യൂ ബിഗിനിങ് ഉണ്ട്. ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട്, തടസ്സങ്ങളുണ്ട്, മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സറണ്ടർ ചെയ്യണം. ആ സിറ്റുവേഷൻസിന് മുന്നിൽ നിങ്ങളും സറണ്ടർ ചെയ്യണം. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി സറണ്ടർ ചെയ്ത ആ സാഹചര്യത്തിനെ അക്സെപ്റ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവർ. അതായത് നിങ്ങൾ വേദനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങളുടെ ഒറ്റപ്പെടൽ, ഇതൊക്കെ ഓർക്കുമ്പോൾ അവരുടെ ഉറക്കം കെടുന്ന, അവർക്ക് മാനസികപരമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ആരോടും അവരത് ഷെയർ ചെയ്യുന്നില്ല. അവർക്ക് ഷെയർ ചെയ്യാൻ ആളുകളുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ ആ ഒരു ഭാരം ഇങ്ങനെ മനസ്സിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. ഒരു 50% അവർക്ക് ദുഃഖമുണ്ട്, ഒരു 50% അവർ ഓക്കെയാണ്. അവരവരുടെ സിറ്റുവേഷൻസിനൊത്തു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊരു ബ്ലെസ്സിങ്സ് ആണ്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്ക് പോസിറ്റീവാണ്. 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയൊക്കെ കണക്റ്റഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു കർമ്മ റിലേറ്റഡ് ആയ ഒരു സമയമാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷെ അവർക്കറിയാം അവസാനം വിജയം സുനിശ്ചിതം. ഇതിനകത്ത് ഈ സാഹചര്യവും ഈ അവസ്ഥകളെല്ലാം മാറും, പോസിറ്റീവാകും. കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ആക്ഷൻ ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഉചിതമായ സന്ദർഭം, കറക്റ്റായൊരു സമയം വന്നു ചേരും എന്നെല്ലാം ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ദുഃഖമുണ്ട്. അവർക്ക് ഉള്ളിൽ തട്ടി ശരിക്കും പെയിൻ അനുഭവിക്കുന്നുണ്ട്. നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ തന്നെയാണ് അവരുടെ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്രത്തോളമാണോ വേദനിക്കുന്നത് അതേ ശക്തമായ പെയിനിലൂടെ തന്നെയാണ് ആ വ്യക്തിയും കടന്നു പോകുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിരാശയാണ്. ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജിയും അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ട് ഒരുപാട് ആൻസൈറ്റി എനർജിയിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നു അവരെ സംബന്ധിച്ച് ഉള്ളിൽ ഭയങ്കര ഭയമുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ. കാരണം 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വ്യക്തിയിൽ നിന്നും വിട്ടുപോകുമോ? ആ വ്യക്തി ചിന്തിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളിലേക്ക് വരാൻ സാധിക്കും, നിങ്ങളവിടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും നാളെ അതൊരു നിസ്സഹായതയോടുകൂടി, അതായത് ചിന്തിക്കുന്നതായിരിക്കുമോ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ നൈറ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് തോട്ട്സിനകത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് ഉറക്കമില്ല, വെപ്രാളമാണ്, മനസ്സമാധാനമില്ലായ്മയാണ്. അവരിങ്ങനെ കഴിഞ്ഞു പോയതും കറൻറ്റിലിയും ഫ്യൂച്ചറും കൂടി ഇങ്ങനെ ചിന്തിച്ച് ഒരു വലിയൊരു നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ട്. ഉറക്കമില്ലാത്തൊരവസ്ഥയാണ്, പേടി തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ പോലുള്ള എനർജി, അതായത് ഒരു അസ്വസ്ഥത, ആരോടും പറയാനും പറ്റുന്നില്ല, ഉള്ളിൽ തിങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിങ്സും ഒക്കെ കൂടി ചേർന്ന് ശരിക്കും വല്ലാതെ ഒരു ധർമ്മസങ്കടത്തിലാണ്, നിരാശയാണ്. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ സ്റ്റക്കായി പോകുന്നുണ്ട് കേട്ടോ. ലോസ് സംഭവിക്കുന്നുണ്ട്, എനർജി ലോസ് സംഭവിക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ. ഇടയ്ക്കൊക്കെ സ്വയം തീരുമാനിക്കുന്നുണ്ട് ഒന്ന് മാറണം. സെൽഫിഷ് മെൻറ്റാലിറ്റി, ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേരിടണം, സന്തോഷകരമായ നിമിഷങ്ങൾ കണ്ടെത്തണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം, പേര്, പ്രശസ്തി, ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ആ വ്യക്തിനെ വീണ്ടും എടുത്ത് നല്ല ശക്തമാകുന്ന പവർഫുള്ളാകുന്ന സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട്.
പക്ഷേ ദ മജീഷ്യൻ എനർജിയാണ് ലൈഫിലൊരു എന്താ പറയുക, ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തെ വളരെ ശക്തമായിട്ട് ഈ വ്യക്തി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസുകൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷേ കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. കാരണം ഒരു കറക്റ്റായിട്ടൊരു തീരുമാനമെടുക്കാൻ മനസ്സ് സ്വസ്ഥമല്ല. അസ്വസ്ഥമാകുന്നൊരവസ്ഥയാണ് മനസ്സിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ പവർഫുള്ളാണ് കേട്ടോ. സെൽഫിഷ് എനർജി, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്. ചുറ്റുപാടിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയിൽ ഫോക്കസ് ചെയ്യാനും വ്യക്തിയുടെ ഗുണഗണങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയൊക്കെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന പേഴ്സണുമാണ്. കഴിവ് കൊണ്ടും ഫിസിക്കൽ ബ്യൂട്ടി കൊണ്ടും എല്ലാ രീതിയിലും ആകർഷണീയത കൂടിയ ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്. അപ്പം ആ വ്യക്തിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി ചെല്ലുമ്പം വ്യക്തിക്ക് സ്വയം ചെറിയ മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന പവറൊക്കെ ഉള്ള പേഴ്സൺ തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് ലൈഫിൽ ചില മിറാക്കിളുകൾ സംഭവിക്കണമെന്നുണ്ട്. ഇതിനകത്ത് ചിലരൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് അകലെ നിൽക്കുന്ന, ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് തമ്മിലൊരു അകലമുണ്ട്. ഒരു പക്ഷേ മനസ്സുകൊണ്ടാവാം, ശരീരം കൊണ്ടാവാം, നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു റിലേഷനിൽ ഈ വ്യക്തിക്കും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലും കേട്ടോ ഒരുപാട് വേദനാജനകമാകുന്ന അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ മുറുകെ പിടിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ എടുത്തു മാറ്റാനോ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനോ ഈ വ്യക്തിക്ക് സാധിക്കുന്നുമില്ല. പക്ഷേ ആ ഒരു ചേർത്ത് പിടിക്കുന്നത് തന്നെ ഈ വ്യക്തിക്ക് വേദന കൂടുകയാണ്. കാരണം ഇതിനകത്തൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് കർമ്മ ബേസിൽ. അപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോകുന്നു. ഒരു ഈഗോ ആയിരിക്കാം ആ ആക്ഷൻ എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ സമയമായിട്ടില്ല. നമ്മൾ ചില കാര്യങ്ങൾ ഇത്ര കാലഘട്ടം വരെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ടൈം ആവാത്തത് കൊണ്ടുമായിരിക്കും. അപ്പം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കൂടുതൽ വേദന ലഭിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അവർക്ക്. കാരണം അവരും വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് ചിലപ്പെങ്കിൽ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തപ്പം, നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി അകന്നു പോയപ്പം ഈ റിലേഷൻ എനിക്ക് താല്പര്യമില്ല എന്നും, ഞാൻ ഈ ഒരു സിറ്റുവേഷൻസിനെ വെറുക്കുന്നു, അല്ലെങ്കിൽ എനിക്കിത് ഇറിറ്റേറ്റഡ് ആണ്, ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പൂർണ്ണമായിട്ടും ശക്തമായൊരു റിജക്റ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നും പുറത്തു പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പുറത്തു പോകലിൻ്റെ കാരണം ലൈഫിലൊരു തേർഡ് പാർട്ടി പ്രസൻസിൽ ഇവർ ഫോക്കസ് ചെയ്തിരുന്നു. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മനസ്സിലാവാതെ പോയിട്ടുണ്ടാവാം. മറ്റൊരിടത്തേക്ക് ഇവർ അട്രാക്റ്റഡ് ആയതാണ്. അതൊരു പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ, ഒരു ഇല്യൂഷൻ, ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ അവർ മറ്റൊരിടത്തേക്ക് അട്രാക്റ്റഡ് ആയപ്പം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ പോയിരുന്നു എന്നുള്ളതും അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. ഇപ്പം അവരെ സംബന്ധിച്ച് അവർ സറണ്ടർ ചെയ്തു, തോറ്റു, പരാജയപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ലഭിച്ചിരുന്ന ആ ഒരു റെസ്പെക്റ്റോ ആ ഒരു മാന്യതയൊന്നും അവർക്ക് കറൻറ്റ്ലി ലഭിക്കുന്നില്ല. അവർ മറ്റൊരിടത്ത് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന, അവരുടെ പല കാര്യങ്ങളും ആഗ്രഹങ്ങളും അവരുടെ പല ഫ്രീഡവും അവർക്ക് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. അതവർ സറണ്ടർ ചെയ്ത് അവർ പരാജയം സമ്മതിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ അനുഭവിച്ച പെയിൻ്റെ ഫലമായിരിക്കുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കുടുങ്ങിക്കിടക്കുന്നത്. നിങ്ങൾക്കിടയിലെ ഒരു സെപ്പറേഷൻ, ലോങ് ഡിസ്റ്റൻസ് അവരെ വല്ലാതെ തളർത്തി കളയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ബന്ധത്തെ ഇവർ റോങ് ആയിട്ട് കണ്ടു കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഒരു റോങ് ഫീലിങ്സ് അവർ ക്രിയേറ്റ് ചെയ്തു. അതും ഇപ്പോൾ അവർക്ക് കുറ്റബോധം പോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് റിയൂണിയൻ പ്രസൻസ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകും. അത് നിങ്ങളുടെ ഒരു കർമ്മ സമയം, നിങ്ങൾ ആ ഒരു കർമ്മ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ടൈം പീരീഡ് കഴിയുമ്പോൾ പതുക്കെ നിങ്ങളിലേക്ക് അവർക്ക് വരാനുള്ള എല്ലാ മാർഗങ്ങളും തെളിഞ്ഞു വരും കേട്ടോ.